ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ഐൽ ഗൈസ്. ഇന്ന് നമ്മൾ എൻ്റെ ഈ കുട്ടപ്പൻ ചക്കനെ വെച്ചുകൊണ്ടാണ് കളിക്കാൻ പോകുന്നത്. ഏതാ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ നമ്മളിപ്പം തുടങ്ങിയപ്പം തന്നെ ചാവണ്ടായിരുന്നു. കാര്യമായി അമ്മമാർ കാണാഞ്ഞത്. ഒരു താഴെ മീനുണ്ട് ഗൈസ്. അപ്പം ഇവനെ മീനെ പിടിക്കാൻ ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നമുക്ക് ഹണ്ട് ചെയ്ത് പിടിക്കുന്നതാണ് ഒരു രസം. നമ്മൾ ആകെ പൂച്ചാണ്ടിയാണ് ഗൈസ്. അപ്പം ഇവനെ നമ്മൾ ഇനി വലുതാക്കണം ഗൈസ്. വലുതാക്കുന്ന ടാസ്ക് ഉണ്ട് നമ്മൾ. പിന്നെ നമുക്ക് ഈ D7 കൊണ്ട് നിർത്തിയേക്കുന്നതാണ് ഈ കള്ളത്തിണ്ടുകൾ. കുറച്ചുകൂടെ അടുത്ത് നമ്മൾ H4 ആണെങ്കിൽ എന്തുമായിരുന്നു, ഫുഡും കിട്ടിയാനല്ലോ, ഒരു ഫൈറ്റും കിട്ടിയാനോ ഫുഡും കിട്ടിയാനോ. ഇനി നമ്മൾ ഫൈറ്റ് ചെയ്യാൻ അവിടെ വരെയൊക്കെ പോകണം. എന്തൊരു കഷ്ടമാണ്. എടാ താഴെ എന്തോ കാണുന്നുണ്ടോ? റാപ്റ്ററാണോ? എന്തുവാടാ കിടക്കുന്നത് അവിടെ? എന്തേനും ആവാം. നമ്മളെ കണ്ട നമ്മളിപ്പോഴേ ചെറുതാ കൈസ്. ഇപ്പം നമ്മൾ പോയി അമ്മമാരുടെ അടുത്ത് വായ്പ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. ചാട് 1 2 3 സ്റ്റാർട്ട്. ഓക്കെ സെറ്റ് കൈസ്. അപ്പം നമുക്ക് ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകുന്ന ശരിയായിട്ട് തോന്നുന്നില്ല എനിക്ക്. ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ കൈസ്. അപ്പം നമുക്ക് ആരാണ്ടൊക്കെ കൊല്ലുന്നടേ. അപ്പം നമുക്ക് നമ്മുടെ കുറച്ച് ഫുഡ് കണ്ടുപിടിക്കണം. ആദ്യമേ നമുക്ക് ഫുഡ് വേണം. ഫുഡില്ലാതെ നമ്മൾ എങ്ങനെയാണ് കൈസ് വലുതാവുന്നത്? ഇത് പറയും. വെള്ളതും കുടിക്കാൻ വരെ ഇറങ്ങാൻ പേടി. ഞാൻ ഈ ഇടയ്ക്ക് ഇതിനെ വെച്ച് കളിച്ച് വെള്ളം കുടിച്ചോണ്ട് ഇപ്പോൾ മുതൽ വന്ന് കടിച്ചുകൊണ്ട് പോയി. കടിച്ചെടുത്ത് വെള്ളത്തിലൊക്കെ കൊണ്ടുപോകാൻ പറ്റൂലേ? ഞാൻ അതിപ്പോഴാണ് അറിയുന്നത്. അയ്യോ ഇത് കളിക്കുന്നവനാണ്, പക്ഷെ എനിക്ക് ഇതിൻ്റെ അപ്ഡേറ്റിനും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അയ്യോ ഈ രാത്രി എന്നെ ഇവന്മാർ ഈ രാത്രി ആകുമ്പോൾ എന്തിനാണ് ഇറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എൻ്റെ കണ്ണൊക്കെ കണ്ടു. എൻ്റെ മോനെ സീസാനം. പക്ഷേ നിങ്ങളൊക്കെ മറ്റേ ഈ പുതിയ സിനിമയുടെ ട്രെയിലർ കണ്ടു? ജുറാസിക് വേൾഡല്ലോ, എന്തോ ഒരു സിനിമ. മോനെ സീസാനം. അതിൻ്റെ അടുത്ത് ഡിറക്സോ എന്തൊരു സാധനമൊക്കെ ഉണ്ട്. താരെ ഫുഡുണ്ട്. നമുക്കിപ്പോൾ അത് പോയി എടുത്ത് കഴിച്ചാൽ മുതലേ ആണോ എന്നെ കൊന്നിട്ടേക്കുന്നതിന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങുന്ന എനിക്ക് സേഫ് ആണോ എനിക്കൊരു പേടി. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പുറത്ത് ചെന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഒരു മിനിറ്റ്. ഇവിടെ ആരേനും ഉണ്ടോടി? വെള്ളത്തിൽ ആരേനും ഒക്കെ നിന്നപ്പോലും അറിയത്തില്ല. അതെനിക്കൊരു പേടി. നമ്മൾ നേരെ ചാടാൻ വരായിരിക്കും അവൻ വായും തുറന്ന് വരുന്നത്. നമ്മളതിൻ്റെ വായിലോട്ട്. ഏതാ ടൈമിങ്? ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ ആരും ഇല്ലയോ? ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് സ്പൈനോസോറസ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊന്നിട്ടേക്കുന്നത്. പക്ഷെ അത് ചെറുതല്ല. അതിനിപ്പോൾ അതിന് കടിച്ചാലോ? എന്തുകൊണ്ടോ ഐഡിയ. അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കടിച്ചാലോ? അല്ലേ വേണ്ട. നമുക്ക് അതുകൊണ്ട് ഫുഡ് ചിപ്പുണ്ടല്ലോ. ഇപ്പം വേണ്ട. എന്തായാലും വെറുതെ അവിടെ പോയി ചാവുന്നു. അയ്യോ ഇവിടെ കാലൊടിഞ്ഞു. ഇല്ല കാലൊടിഞ്ഞില്ല. വെള്ളത്തിൻ്റെ അടി ആരേനും ഒക്കെ ഉണ്ടോ? ഹലോ ഇല്ല, വെള്ളത്തിൻ്റെ അടി ആരും ഇല്ല. അയ്യോ ഈ ഫുഡ് ആരാടെ ഇവനെയൊക്കെ ഇവിടെ കൊന്നിട്ടേക്കുന്നത്? അപ്പുറത്തെ സൈഡിലും ഇല്ല. നമുക്കിനി നേരെ എൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് കുറച്ച് റാപ്റ്റർ ഇറച്ചിയും കഴിച്ചിട്ട് നമുക്ക് H4 എന്തായാലും പോവാം. ഇവനെ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ കൊന്നിട്ട് ഇങ്ങനെ ചമ്മന്തി പോലെ കിടക്കുന്നു. പിന്നെ എന്താ അവസ്ഥയൊക്കെയാണ് നോക്കിയാൽ. ഇവിടെ കിടന്ന് ഉറങ്ങാനും കണ്ട് വന്നതായിരിക്കും. പിന്നെ അവന്മാർ കാച്ചി. പാവഞ്ചൊക്കെ ഇന്നോർത്ത് എനിക്ക് വിഷമമുണ്ട് ഞങ്ങൾ. പിന്നെ എന്താ പറയാനാ. കുറച്ച് കരിക്കും മോനെ. പെട്ടെന്ന് കരി. ഇവൻ ലാഗാണല്ലോ ഈ ഡൈനോസർ. ഇവൻ്റെ പേരെന്തുവാണോ? ഇവൻ്റെ ഗ്രോത്തൊന്നും ആയില്ലയോ? 14 ആയതേ ഉള്ളൂ. ഇനി അരമണിക്കൂർ. തലവേദന എടുക്കുന്നു. അപ്പം നമുക്ക് ഇത് കൊള്ളാം. ഇവന് മൂവ്മെൻറ്റ് സ്പീഡൊക്കെ കൊള്ളാം കേട്ടോ. കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പം കണ്ടോ ഒരു രസമുണ്ട്. ഇവനെ തിരിക്കാൻ ഭയങ്കര സ്പീഡായിട്ടുണ്ട്. കണ്ടോ കാണിച്ചു തരാം. എനിക്ക് ഇതിൻ്റെ അപ്പുറം എടുത്തോട്ടെ. കണ്ടോ ഏതാ? അയ്യോ കണ്ടോ ഇതുണ്ട് കാണിക്കുന്നേ കണ്ടു. എൻ്റെ മുന്നിൽ ലാ വെള്ളത്തിൻ്റെ അടി. ഈ മീനെ ഇവൻ പിടിക്കാൻ പറ്റുമോ? അതെനിക്കറിയാതെ. സ്പൈനോസോറസ് തന്നെ വെച്ച് കളിക്കണമുണ്ട്. പക്ഷേ സ്പൈനോസോറസ് ഇല്ല. നമുക്ക് ഒരാൾ ചോദിച്ചായിരുന്നു. അപ്പം നമ്മുടെ ഈ സ്പൈനോസോറസ് ഒന്നും ഇല്ല ഗൈസ്. ഇത് പറയാം, നമ്മളൊരു പാവപ്പെട്ടവനായി പോയില്ലേ. റോൾ ബ്ലോക്സ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ റോൾ ബ്ലോക്സിലല്ലേ നല്ല ഗെയിമിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലടേ. അപ്പം വെറുതെ റോൾ ബ്ലോക്സ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് അതിലൊക്കെ സെറ്റാക്കാം. പിന്നെ ഞാൻ ഇന്നലെ ഒരു പാട്ട ഗെയിം കളിച്ചു. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ തലവേദന എടുക്കുന്നത്. അത് എന്തൊരു ഗെയിമാണ് ഇത്? അത് നമ്മൾ മൊത്തം ഡ്രാപ്പാക്കി വെച്ചേക്കുക കാലന്മാർ. അത് ഇവിടെ ഒന്നും ആരും ഇല്ല. ഇവിടെ ഒന്നും ആരും ഇല്ല. ഇവിടെ ഇത്രയും ഡൈനോസർ
60 59 ഡൈനോസർ ഉണ്ട്. ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കൂടാ ഇവന്മാരൊക്കെ. നമ്മൾ വന്നൊന്ന് പേടിച്ചെങ്ങാണ്ട് എവിടെ എങ്ങാണ്ട് ഇരിക്കുമായിരിക്കും. ഏത് അപ്പുറത്തും ആരുമില്ല. ഈടാ ഇവന്മാരൊക്കെ ഇന്ത്യയുടെ നമ്മളിനി അവിടെ ചെല്ലുമ്പോഴത്തേനും ഒരു സമയം. ഇവന്മാരൊക്കെ ഇന്ത്യയുടെ ഇവിടെ ഒന്നും ആരും ഇല്ലയോടെ. അതുകൊണ്ട് മണപ്പിച്ചിട്ട് പോയിട്ട് പോലെ കുറച്ച് മീനല്ലാതെ ഇവിടെ ഒന്ന് അതിവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അറിയാണ്ട് കിടക്കുമായിരിക്കും. എന്നാൽ ഞാൻ എന്തായാലും കടിക്കും, വലുതായാലും കയറിയും കടിക്കും. ഫൈറ്റ് എടുക്കണ്ടായിരുന്നു നമുക്ക്, ചുമ്മാ ഇവിടെ കിടന്ന് കറങ്ങിയാൽ മതിയോ. അയ്യോ അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല, ആരുമില്ല. എനിക്ക് ഈ രാത്രിയാണ് ചെവുത്തേട്. ഈ രാവിലെ ആവുന്ന നേരം വരികയുണ്ടെങ്കിൽ കുറേ ഹാക്ക് ഉപയോഗിക്കണം. രാവിലെ ആവണമെങ്കിൽ ലൊക്കേഷനും കണ്ടുപിടിച്ചിട്ട് അൺലിമിറ്റഡ് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ ഹാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഹാക്കിൻ്റെ വീഡിയോ ഒക്കെ. എന്തിനാ ഹാക്കൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന, വേറെ പണിയില്ലേ നമുക്ക്. സത്യസന്ധമായി കളിച്ചിട്ട് അതുപോലെ അങ്ങ് ചാവാം. എടാ ഇവിടെ ഒന്നും ആരും ഇല്ലേടേ. ഇവിടെ ഇതെന്തുകൂടെ ഇത്ര പോച്ച. ഇവിടെ ഒന്നും ആരും ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും അപ്പുറത്തുനിന്ന് പോയി നോക്കിയിട്ട് H4 എത്താർ. അയ്യോ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇവിടെ നിന്ന് H4 വരെ എത്തിയിട്ട് ഇവിടുന്ന് സൂയിസൈഡ് ചെയ്ത് ചത്ത മണ്ടൻ. ഇവിടെ നിന്ന് തന്നെയാണ് വീണ്. മണ്ടത്തരവേ കാണിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ H4 ആരെങ്കിലും ഉണ്ടോ? സ്പൈനോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം സ്പൈനോ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടി കിട്ടും. നമ്മൾ പിന്നെ വലുതാക്കിയിട്ട് നമുക്ക് ഫുൾ ഗ്രോത്ത് ആക്കിയിട്ട് നമുക്ക് പിന്നെ സെറ്റാക്കുന്നതായിരിക്കും. അപ്പം നമ്മളിൻ്റെ വീഡിയോ പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.